ഭരണനേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ LDF വികസന മുന്നേറ്റ ജാഥകളിലേക്ക് കടക്കുകയാണെന്ന് ഇന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറയുകയുണ്ടായി. 3 മേഖലാ ജാഥകൾ ജനമുന്നേറ്റമാകുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. LDF സീറ്റ് വിഭജന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്നും TP രാമകൃഷ്ണൻ ഇന്ന് വ്യക്തമാക്കി. ഗൃഹസന്ദർശനത്തിന്റെ തുടർച്ചയായി LDF 10 വർഷത്തെ ഭരണനേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ പ്രചാരണ ജാഥകൾ ആരംഭിക്കുകയാണ്. 3 മേഖലകളിലായി വികസന മുന്നേറ്റ ജാഥകൾ നടക്കും. വടക്കൻ മേഖലാ ജാഥ MV ഗോവിന്ദൻ മാസ്റ്ററും മധ്യമേഖലാ ജാഥ ജോസ് കെ മാണിയും തെക്കൻ മേഖലാ ജാഥ ബിനോയ് വിശ്വവും നയിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം പരിശോധിക്കുമ്പോൾ വളരെ നിന്ദ്യമായ നിലയിൽ UDF കേന്ദ്രങ്ങളിൽ നിന്നും BJP കേന്ദ്രങ്ങളിൽ നിന്നും കള്ളപ്രചാരവേലകൾ നടക്കുകയാണ്. വസ്തുതാവിരുദ്ധമായ പ്രചാരവേലകൾ നടത്തുകയാണ്. അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിക്കുന്നത്. അതുകൊണ്ട് വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ സംസാരിച്ച് ജനങ്ങളിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുക എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. വികസന നേട്ടങ്ങൾ വിശദീകരിക്കാൻ അസംബ്ലി തലത്തിൽ LDF MLA-മാർ നേതൃത്വം നൽകുന്ന ജാഥകൾക്ക് തുടക്കമായി. LDF-ന് MLA-മാർ ഇല്ലാത്ത മണ്ഡലങ്ങളിൽ ഘടകകക്ഷി നേതാക്കളാണ് ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഇടതുമുന്നണി സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല. വർഗീയ നിലപാടുള്ളവർ ഒഴികെ എല്ലാവർക്കും LDF വാതിൽ തുറന്നിട്ടുണ്ട്. ശശി തരൂർ കോൺഗ്രസ് നേതാവാണ്. LDF-ന്റെ രാഷ്ട്രീയ നിലപാടുമായി സഹകരിക്കാൻ തയ്യാറായാൽ ചർച്ച ചെയ്യും. ഇതുവരെ തരൂരുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, കോഴിക്കോട്.